സാർ, ഇന്നലെ തിരുവനന്തപുരത്തൊരു വീട് ജപ്തി ചെയ്തിരുന്നു. ഒരു സ്വകാര്യ ചാനൽ വാർത്തയെ തുടർന്ന് സുരേഷ് ഗോപി തുക തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജപ്തിയിൽ നിന്ന് ഒഴിവായത്. പക്ഷേ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും അവിടെ കാണിച്ചത് രാത്രി വന്ന് പൂട്ട് പൊളിച്ച് ഇവരെ അകത്ത് കയറ്റുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ എന്താണ് അത്രയും ആവേശത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു? ഇതിനകത്ത് ആവേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും അവർ രണ്ടു കൂട്ടരാണല്ലോ വന്നിരുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വീട്ടുകാരോടുള്ള സ്നേഹമായിരുന്നു, അതോ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്? തങ്ങളുടേതായിട്ടുള്ള പ്രാമുഖ്യം. അതെ അല്ലേ? അതെ. സുരേഷ് ഗോപി ഇത്തരത്തിൽ ഇടപെട്ടു എന്ന് വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനേക്കാൾ മുകളിൽ തങ്ങൾ ഉണ്ടെന്ന് കാണിക്കാനുള്ളൊരു അമിതമായ ഒരു ആവേശം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അവിടെ ഇത് വളരെ വ്യക്തമാണ്. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ചെയ്യുന്നവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമായും വേണം. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ മാറ്റി നിർത്തുക. ഈ സുരേഷ് ഗോപിയൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള കൂട്ടത്തിലാണ്. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ, രാഷ്ട്രീയത്തെക്കുറിച്ച് പുള്ളി എനിക്കൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി അവരുടെ ഈ ഒരു അവസ്ഥ കാണുന്നു. അപ്പോൾ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു എമ്പതി അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി ഉണ്ടാവുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കാശുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ട്രസ്റ്റുണ്ട്, അത് കൊടുക്കാൻ തയ്യാറാവുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക. എന്തു തന്നെയാണെങ്കിലും ഒരു കുടുംബത്തിന് ആശ്വാസം കിട്ടിയ നടപടിയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിക്കോട്ടെ, ഒരു വ്യക്തി ഇടപെടുന്നതായിക്കോട്ടെ, അപ്പോൾ അവിടെ ഈ ഇടപെടുന്ന വ്യക്തിയുടെ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാനോ ഉയർത്തിപ്പിടിക്കാനോ ആകരുത്. ഒരാളൊരു ദുരിതത്തിലാവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇടപെടുകയാണെങ്കിൽ നമ്മളുടെ തൻപ്രമാണിത്വം കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ഒരു ദുരിതത്തിൽ പെട്ടിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ദുരിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് നമുക്കെങ്ങനെ ലാഭം ഉണ്ടാക്കാം, അത് നികൃഷ്ടമായ ഒരു സമീപനമാണ്. മനസ്സിലായില്ലേ? മറിച്ച് അവിടെ അയാൾക്ക് ഇപ്പം എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, ഈ സുരേഷ് ഗോപി ഇടപെടുന്നതിന് മുമ്പ് ഇവർക്ക് എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ല, അവർക്ക് ഇത്രയും ഇപ്പോൾ ഡിവൈഎഫ്ഐയും പിന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ അല്ലേ, അവരുടെ ഒരു സമ്മേളനം നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 5 ലക്ഷം അല്ല 50 ലക്ഷമൊക്കെ അവർക്ക് നിന്ന് നിൽപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഡിവൈഎഫ്ഐക്കാരുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ 1 രൂപ വെച്ചിട്ട് 50 പൈസ വെച്ചിട്ട് ഇപ്പം ഒരു ആഹ്വാനം കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഒരു അക്കൗണ്ടിലേക്ക് വാട്സപ്പ്, മറ്റേ ഗൂഗിൾ പേ ഒക്കെ ഉള്ള ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഇത്ര ഒരു 50 പൈസ വെച്ചിട്ട് അല്ലെങ്കിൽ 25 പൈസ വെച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അല്ലേ? അപ്പൊ അതിനുള്ള സാഹചര്യം ഇപ്പൊ ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞ സംഗതി. അത് മാത്രമല്ല, ഇത് ഈ സ്വകാര്യ ചാനലിൽ കുറേ നേരമായി ഇങ്ങനെ ഇത് തന്നെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അമ്മ കരയുകയാണ്, മരുന്ന് പോലും എടുക്കാൻ സമ്മതിച്ചില്ല, കുഞ്ഞുങ്ങളുടെ പുസ്തകം എടുക്കാൻ സമ്മതിച്ചില്ല, അവർ കിടന്ന് കരയുകയാണ്. അപ്പോൾ റിപ്പോർട്ടർ അത് ചെയ്യുന്നു. അതിനുശേഷം ഒരു 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവരുടെ മാനേജിങ് ഡയറക്ടർ ഇതുപോലെ പറയുന്നത്, സുരേഷ് ഗോപി ഇപ്പോൾ വിളിച്ചിരുന്നു, ഇവർക്കുള്ള മുഴുവൻ തുകയും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഒക്കെ അവിടെ വന്ന് ഈ നാടകം കാണിച്ചത്. അല്ല, ഇത് ഞാൻ പറഞ്ഞത്, ഇതിപ്പം നാളെ BJP-ക്കാർ കാണിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചു കഴിഞ്ഞാലും, അതല്ല ഡിവൈഎഫ്ഐക്കാർ കാണിച്ചു, ഇത് ജനം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കാരണം ഇത് നമ്മളത് മനസ്സിലാക്കി, കാണുന്നവരിത് മനസ്സിലാക്കുന്നു. ഈ ജുഗുപ്സാവഹമായ അങ്ങനെ ഡെസ്പിക്കബിൾ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഇത്തരം നടപടികൾ ഇടപെടുമ്പോൾ ഇത് ജനങ്ങൾ മനസ്സിലാക്കുകയും ഉള്ള ഒരു എന്താ പറയുക അഭിപ്രായമോ അതല്ലെങ്കിൽ മതിപ്പോ അത് നഷ്ടമാകാനേ കാരണമാവുകയുള്ളൂ എന്ന ഒരു ബോധ്യം ഇത് വന്നു കഴിഞ്ഞ് സമൂഹത്തിന്, അല്ലെ കാണികളുടെ ഇടയിൽ, കാണികൾ എന്ന് പറഞ്ഞാൽ സമൂഹം തന്നെയാണ്, അവരുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം വരും. അതുകൊണ്ട് നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം ഈ പൊറാട്ട് നാടകങ്ങളുടെ, ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറാട്ട് നാടകങ്ങളുടെ ഒരു നാടായിട്ട് മാറിയിരിക്കുകയാണ്. പൊറാട്ട് നാടകങ്ങളുടെയും ഫ്രോഡുകളുടെയും നാടായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. ഫ്രോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ലളിതമാണ്. കാപട്യം ചെയ്യുന്ന ആരെയും ഫ്രോഡെന്നാണ് പറയുക. കാപട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറച്ചു വെച്ചുകൊണ്ട് വേറൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയയാണ് കാപട്യം എന്ന് പറയുന്നത്. അതിനായി എനിക്ക് തോന്നുന്നു കാപട്യത്തെക്കാൾ ഇത്തിരിയും കൂടെ ഒരു നമ്മളൊക്കെ മലയാളിക്ക് മനസ്സിലാവുന്ന വാക്ക് ഫ്രോഡ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രോഡുകളുമുണ്ട്, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള നടപടികളുകൊണ്ടാണ് നമ്മൾ ഓരോ രംഗത്തും കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, അവിടെ ഒരു കുടുംബം
ആ കുടുംബത്തിലെ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, അസുഖമുള്ളവരുണ്ട്. അപ്പോൾ അവരെ വീടിന് പുറത്താക്കിക്കൊണ്ട് ഇത് ജപ്തി ചെയ്തു. ആ ഒരു വീടിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കിട്ടിയ വീടാണ്. അതായത് വീടില്ലാത്തതിൻ്റെ പേരിലാണ് അവർക്ക് വീട് കിട്ടിയത്. അങ്ങനെ വീടില്ലാതിരുന്നൊരു കുടുംബം വീട് കിട്ടി, അവർക്ക് താമസിക്കാനായിട്ട് കുറച്ചും കൂടെ മനുഷ്യനല്ലേ, എല്ലാവർക്കും അവരുടെ ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല വീട്ടിൽ താമസിക്കണമെന്ന് എല്ലാ മനുഷ്യനും താല്പര്യമുണ്ടാവും. അപ്പം 4 ലക്ഷം രൂപ കൊണ്ടൊന്നും ഒരു വീട് ഒരു കയറി താമസിക്കാൻ പറ്റുന്ന 1-2 മുറിയും അത്യാവശ്യം സൗകര്യമുള്ള സംവിധാനമൊക്കെ ആണെങ്കിൽ 4 ലക്ഷം രൂപയൊക്കെ പോരാതെ വരും. അത് മാത്രമല്ല ഇപ്പോൾ ഒരു MLA-മാരുടെ വെയിറ്റിംഗ് ഷെഡുകൾ കണ്ടാൽ അതിൻ്റെ തുക കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും സാർ. ഒരു വെയിറ്റിംഗ് ഷെഡ് വേണ്ട. ഇപ്പം നമ്മുടെ തന്നെ ഓരോരോ ഈ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ 10,000, 30,000 അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് തീർക്കാവുന്ന വെയിറ്റിംഗ് ഷെഡുകളുണ്ട്. ഈ വെയിറ്റിംഗ് ഷെഡുകൾക്ക് തന്നെ അതിൻ്റെയൊക്കെ 5ഉം 10ഉം ഇരട്ടിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അത് പോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ അവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ബാങ്കിൽ ലോൺ എടുത്തത്. അപ്പോൾ അത് 50,000 രൂപ മാത്രമേ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക് പറ്റി, അതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് അവരുടെ വീട് നഷ്ടപ്പെടും എന്നുള്ളതുണ്ടെങ്കിലും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അവർ അടച്ചനായിരുന്നു. അപ്പോൾ അങ്ങനെ ദുരിതത്തിലായ ഒരു കുടുംബത്തിൻ്റെ ആ കുടുംബത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രക്രിയ ഒരു മനുഷ്യനെന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നത് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലേ? അവർക്ക് അവിടെ സാമ്പത്തികമായ സഹായമാണ്, വേറെ മറ്റൊരു സഹായത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ സാവകാശം. അപ്പം മറിച്ച് അവിടെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ നിയമലംഘനത്തിലേക്കാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ ആ ഗൃഹനാഥനെതിരെ ആയിരിക്കും ചിലപ്പോൾ കേസ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം കാര്യം ഇത് ഒരു നിയമവ്യവസ്ഥയുള്ള നാടല്ലേ. മാത്രമല്ല ഇത് ഈ നോൺ ബാങ്കിങ് പിന്നെ ഫിനാൻഷ്യൽ കമ്പനി ആയത് കാരണം, NBFC ആയത് കാരണം ഇത് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ടാണ് ഈ ബാങ്ക് വന്ന് ജപ്തി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഗവൺമെന്റിന് ഇപ്പോൾ ഇടപെടണമെന്നിരിക്കട്ടെ. അപ്പോൾ ബാങ്കൊക്കെ ആണെന്നില്ല വേണമെങ്കിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ അത്യാവശ്യമൊക്കെ ഒന്ന് പിന്നെ മന്ത്രിയൊക്കെ ഇടപെട്ട് വേണമെങ്കിൽ അത്യാവശ്യം വരട്ടിയിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കുകയോ അതിൽ നിർത്തിവെപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് NBFC ആയതുകൊണ്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ടാണ് അവർ ജപ്തി ചെയ്തിരിക്കുന്നത്. അപ്പം ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഉത്തരവിനെയും കൂടെയാണ് ഇവിടെ ഈ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലംഘിച്ചിരിക്കുന്നത്. അപ്പോൾ കേസുകൾ പലതാണ്. അപ്പോൾ അതിനകത്ത് ഈ പിന്നെ ഈ വളരെ ഈ എന്താ പറയുക, ഈ വീട്ടുടമസ്ഥനും അതിനകത്ത് പങ്കാളിയാകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതായത് ദുരിതത്തിലായവനും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകും. പിന്നെ മറ്റൊന്ന്, ഇവരെന്താണ് ഉദ്ദേശിച്ചത്? ഈ വീട് പൊളിച്ചിട്ട് ഇവർ കയറി താമസിക്കാൻ പറ്റും? ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും ഈ യുവ സംഘടനകൾക്ക് ആവശ്യമാണ്. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലൊരു പൊതു സ്റ്റാൻഡേർഡ് അതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്രമണം കാണിച്ചിട്ട് തങ്ങളുടെ ഒരു പ്രാമുഖ്യം തെളിയിക്കുക എന്ന് കഴിഞ്ഞിട്ട് അവരുടെ മുദ്രാവാക്യം വിളിക്കുക. ഇവരുടെ ഈ മുദ്രാവാക്യം ഇവർ പോകുന്ന സമയത്ത് ഇവരുടെ മുദ്രാവാക്യം വിളി ശ്രദ്ധിച്ചു നോക്കണം. ഇവർ മുദ്രാവാക്യം വിളിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, DYFI ആണെങ്കിൽ DYFI സിന്ദാബാദ്. ഈ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഈ ദുരിതത്തിൽപ്പെടുന്നവരെ ഇവർ ഉപയോഗിക്കുകയാണ്. ഇതിനെ ഏത് വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ചിത്രീകരിക്കാം എന്നുള്ളതാണ് നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അതൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? വീടിന് പുറത്തിറങ്ങി കിടക്കുന്ന ദുരിതത്തിലാകപ്പെട്ട നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ, ആ ഒരു കുടുംബത്തിനെ ചൂഷണം ചെയ്യുക അല്ലേ? അപ്പോൾ അതാണ് ചെയ്തത്. അത് മാത്രമല്ല, അതിനകത്ത് വേറൊരു പിന്നെ ഒരു എന്താ പറയുക, അഭികാമ്യമല്ലാത്തൊരു പ്രക്രിയയാണ് സുരേഷ് ഗോപി സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തും ഒരു രാഷ്ട്രീയം കാണുകയാണ് അല്ലേ? അപ്പോൾ സുരേഷ് ഗോപി BJPയുടെ നേതാവായതുകൊണ്ടോ അല്ലെങ്കിൽ BJPയുടെ ഫണ്ട് എടുത്തോ ആയിരിക്കത്തില്ല അദ്ദേഹം സഹായിക്കുന്നത്. അവിടെ അദ്ദേഹത്തിനുള്ളൊരു എല്ലാ മനുഷ്യനിലും ഈ നന്മകളും തിന്മകളും ഉണ്ട്. അപ്പോൾ ഈ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു വ്യക്തിയായിട്ട് വളരെ നേരത്തെ തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വം അദ്ദേഹം പ്രകടമാക്കി. വളരെ നല്ല കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് തന്നെ ആ ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഒരു ആശ്വാസം നോക്കുക. അല്ലേ? തീർച്ചയായിട്ടും. വീടിന് പുറത്തിറങ്ങേണ്ടി വന്ന ആ കുടുംബം മാത്രമല്ല, അവർക്ക് ആ കടം പൂർണ്ണമായിട്ട് ആ കടത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, അതിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, ചിലപ്പോൾ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ ആവാം ഇതിനൊക്കെ ഒരു പരിഹാരം. ഇത് ആ സ്പോട്ടിൽ തന്നെ അവർക്ക് അതിന് റിസൾട്ട് കിട്ടുകയാണ്. അതെ, അദ്ദേഹം പറഞ്ഞു മറ്റേ പിന്നെ ബാങ്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന്, നാളെ വേണമെങ്കിൽ നാളെ ഇത് പറഞ്ഞു.
അത് മാത്രമല്ല ആ കുടുംബത്തിന് കിട്ടിയ മറ്റൊരു ആശ്വാസം കൊണ്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞതുപോലെ ഇനി ആ കുടുംബത്തിന് ഈ കടബാധ്യത ഇല്ലാതെ ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. അതെ അല്ലേ? അതെ, ഇനി തിരിച്ചടവിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ദുരിതം ഉണ്ടാകുന്ന സമയത്ത് വിഷമത്തിലാവുന്ന ഒരു വ്യക്തികളെ ഇങ്ങനെ സമീപിക്കുമ്പോഴാണ് രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ നിങ്ങൾ സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? തീർച്ചയായിട്ടും. ഒരു കേരളത്തിലെ CPM-നും അതല്ലെങ്കിൽ DYFIക്കോ അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോ 5 ലക്ഷം രൂപ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് വലിയ പ്രയാസമുള്ള കൂട്ടത്തിൽ ആ രീതിയിലൊന്ന് ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ ഈ ഒരു സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയുക ആ ഒരു അപ്രീസിയേഷൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടും അല്ലേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യത്വമല്ലേ? അതില്ലാതെ വരുമ്പോഴാണ് ഈ ഗിമ്മിക്സുകൾ, ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ കോപ്രായങ്ങളും ഇതിൻ്റെ വൃത്തികേട് നമ്മൾ കാണികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ ജുഗുപ്സാവഹമായ പ്രവൃത്തികളിൽ നിന്നും ഇവർ മാറി നിൽക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.